ഏവർക്കും നമസ്കാരം. PSC സ്കോറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് പൊതുവിജ്ഞാന മേഖലയിൽ നിന്നുള്ള 25 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ ഏറ്റവും വലിയ അസ്ഥി ഫീമറാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ. അവിവാഹിതനായ ഏക അമേരിക്കൻ പ്രസിഡൻറ്റ് ജെയിംസ് ബുക്കാനൻ. അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡൻറ്റ് എബ്രഹാം ലിങ്കൺ ആണ്. അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് ഏത് വ്യവസായത്തിന് പ്രസിദ്ധം എന്ന് ചോദിച്ചാൽ ഉത്തരം സ്റ്റീൽ. അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് സ്റ്റീൽ വ്യവസായത്തിന് പ്രസിദ്ധമായ നഗരമാണ്. ആധുനിക പാശ്ചാത്യ ചിന്തയുടെ പിതാവെന്നറിയപ്പെടുന്നത് റെനെ ദെക്കാർത്തെ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ. അവിവാഹിതനായ ഏക അമേരിക്കൻ പ്രസിഡൻറ്റ് ജെയിംസ് ബുക്കാനൻ. അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡൻറ്റ് എബ്രഹാം ലിങ്കൺ. അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് സ്റ്റീൽ വ്യവസായത്തിന് പ്രസിദ്ധമാണ്. ആധുനിക പാശ്ചാത്യ ചിന്തയുടെ പിതാവ് റെനെ ദെക്കാർത്തെ. യൂറോപ്പിൻ്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം ബെൽജിയം. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെട്ടിട്ടുള്ളത്? ഉത്തരം കൺകറൻറ്റ് ലിസ്റ്റ്. ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറൻറ്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത് പാർലമെൻറ്റാണ്. ഇന്ത്യൻ മാക്യവെല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചാണക്യൻ. ചാണക്യൻ്റെ മറ്റു പേരുകളാണ് കൗടില്യൻ, വിഷ്ണുഗുപ്തൻ എന്നിവ. ഇന്ത്യൻ മാക്യവെല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചാണക്യൻ. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. അപ്പോൾ യൂറോപ്പിൻ്റെ കോക്പിറ്റ് ബെൽജിയം. ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറൻറ്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത് പാർലമെൻറ്റ്. ഇന്ത്യൻ മാക്യവെല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യൻ. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂൺ. അടുത്ത ചോദ്യം, ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് APJ അബ്ദുൽ കലാം. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് APJ അബ്ദുൽ കലാമാണ്. 1931 ഒക്ടോബർ 15 രാമേശ്വരത്താണ് അബ്ദുൽ കലാം ജനിച്ചത്. ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവെന്നറിയപ്പെടുന്നത് രാജ രാമണ്ണ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ എവിടെയാണ് ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നത്? ഉത്തരം പുതുച്ചേരി. ഇന്ത്യയിൽ ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നത് പുതുച്ചേരിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻസ് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ്, കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻസ് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ്, കൊൽക്കത്ത ആണ്. ഇന്ത്യയിലെ ഒരേ ഒരു തേക്ക് മ്യൂസിയം നിലമ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് APJ അബ്ദുൽ കലാം. ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ് രാജ രാമണ്ണ. ഇന്ത്യയിൽ ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നത് പുതുച്ചേരിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻസ് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ്, കൊൽക്കത്ത. ഇന്ത്യയിലെ ഒരേ ഒരു തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ. രാമചരിതമാനസം മലയാളത്തിൽ വിവർത്തനം ചെയ്തത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. രാജ രവിവർമ്മ അന്തരിച്ച വർഷം 1906. ചിത്രകാരനായ രാജ രവിവർമ്മ അന്തരിച്ചത് 1906. രാജസ്ഥാനിലെ പ്രശസ്തമായ സൈന്ധവ സംസ്കാര കേന്ദ്രമാണ് കാലിബംഗൻ. രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ആസ്ഥാനം ജോധ്പൂർ ആണ്. ഇടുക്കി അണക്കെട്ട് പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാമചരിതമാനസം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. രാജ രവിവർമ്മ അന്തരിച്ച വർഷം 1906. രാജസ്ഥാനിലെ പ്രശസ്തമായ സൈന്ധവ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് കാലിബംഗൻ. രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ആസ്ഥാനം ജോധ്പൂർ. ഇടുക്കി അണക്കെട്ട് പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇയോൺ എന്ന കാർ നിർമ്മിക്കുന്ന കമ്പനി ഹ്യുണ്ടായി.
അതുപോലെ ഏത് നദിയുടെ തീരത്താണ് അലക്സാണ്ടറും പോറസും തമ്മിൽ ഏറ്റുമുട്ടിയത്? ഉത്തരം ഝലം. ഝലം നദിയുടെ തീരത്താണ് അലക്സാണ്ടറും പോറസും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഏത് നദിയുടെ തീരത്താണ് ഈറോഡ് നഗരം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കാവേരി. കാവേരി നദിയുടെ തീരത്തുള്ള പട്ടണമാണ് ഈറോഡ്. ഏത് ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിൽ നിന്ന് മലബാർ ലഭിച്ചത്? ഉത്തരം ശ്രീരംഗപട്ടണം സന്ധി 1792. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിൽ നിന്ന് മലബാർ ലഭിച്ചത്. ഏത് വർഷമാണ് ലോക ജനസംഖ്യ 6 ബില്യൺ തികഞ്ഞത്? ഉത്തരം 1999. ഇയോൺ എന്ന കാർ നിർമ്മിക്കുന്ന കമ്പനി ഹ്യുണ്ടായി അലക്സാണ്ടറും പോറസും തമ്മിൽ ഏറ്റുമുട്ടിയത് ഝലം നദിയുടെ തീരത്ത് വച്ചാണ്. ഈറോഡ് നഗരം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ തീരത്താണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിൽ നിന്ന് മലബാർ ലഭിച്ചത്. ലോക ജനസംഖ്യ 6 ബില്യൺ തികഞ്ഞത് 1999. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.